എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതെന്ന് 2024 മെയ് 15-ന്. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് മിക്കേൽ സ്റ്റാറെ. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. 2024 മെയ്യിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ എത്ര പേർക്കാണ് പൗരത്വം നൽകിയത്? 14 പേർക്ക്. 2024 മെയ്യിൽ അന്തരിച്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതിയ ആസാമിലെ സാമൂഹ്യ പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവും ബീരുബല രാഭ. ചെസ്സിൽ ഇന്ത്യയുടെ 85ാം ഗ്രാൻഡ് മാസ്റ്റർ എന്ന നേട്ടം കൈവരിച്ചത് പി ശ്യാം നിഖിൽ. പ്രഥമ വനിതാ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതെന്ന് 2026. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരിയും നോബൽ ജേതാവും ആലീസ് മൺറോ. ഉമ്മൻചാണ്ടി കർമ്മശുദ്ധി പുരസ്കാരത്തിന് അർഹനായത് RS ശശികുമാർ. 2024 മെയ്യിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനും സുനിൽ ഛേത്രി. ഫോബസ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023-24 കോപ്പ ഇറ്റാലിയ കപ്പ് സ്വന്തമാക്കിയത് യുവൻസ്. 2024 മെയ്യിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നിട്ട് എത്ര വർഷമാണ് തികയുന്നത്? 50. 2027 വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥ്യം വഹിക്കുന്നത് ബ്രസീൽ. 2024 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അസ്താന, കസാക്കിസ്ഥാനിലെ അസ്താന. 2024 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 52 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നിഖാത്ത് സരിൻ. SLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തടയാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസ് പദ്ധതി ഹോപ്പ്. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് നാട്ടകം, കോട്ടയം ജില്ലയിലെ നാട്ടകം. IPLൽ 8000 റൺസ് തികക്കുന്ന ആദ്യ വ്യക്തി വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര സൗരസഖ്യത്തിലെ 99ാമത്തെ അംഗമായി മാറിയത് സ്പെയിൻ. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി. 2024 2020 ലോകകപ്പിൻ്റെ ഫുട്ബോൾ അംബാസിഡറായി തിരഞ്ഞെടുത്ത മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി. 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി പൂർണിമ ശ്രേഷ്ഠ, നേപ്പാൾ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച് വിക്ഷേപിച്ച വാഹനം അഗ്നി ബാൺ സോട്ടഡ് സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ.